എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഉടൻ തന്നെ ഒരു സൈനിക കരാറിൽ ഒപ്പുവെക്കും എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വാർത്ത. അപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒരു സൈനിക കരാർ ഒപ്പുവെച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനാണ്. താലിബാൻ ഒരു തീവ്രവാദ സംഘടനയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അഫ്ഗാനിസ്ഥാൻ്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അവർ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ള ഒരു നിലപാടാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പല മാറ്റങ്ങളും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആവശ്യം കൂടിയാണ് പാകിസ്ഥാനെ തീർക്കുക. അപ്പോൾ പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യയിൽ ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ്റെ ഒരു അൺസ്റ്റെബിലിറ്റി ഉണ്ടാക്കുകയാണ്. അത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് തടയുക. അതായത് നിരന്തരം ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ബഡ്ജറ്റ് അലോക്കേഷൻ ഡിഫൻസ് സെക്ടറിലേക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഗ്രോത്തിനെ അത് ബാധിക്കും, കൂടുതൽ ഇതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശത്രുവാണ് പാകിസ്ഥാൻ. അപ്പോൾ ആ പാകിസ്ഥാൻ ഏത് വിധേനയും ഇല്ലാതാക്കണം. അപ്പോൾ ആ പാകിസ്ഥാൻ്റെ ശത്രുക്കൾ എല്ലാവരും നമ്മൾ കൂട്ടുപിടിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ്, ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്, ആ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ താലിബാനെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നത്. നമുക്കറിയാം, താലിബാൻ ഒരു കരസേന മാത്രമേ ഉള്ളൂ. അതിനും വലിയ ആയുധങ്ങളോ അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും അവർക്കില്ല. അവർക്ക് നാവികസേനയില്ല, വ്യോമസേന ഒന്നുമില്ല, ഒരു എയർ ഡിഫൻസ് സിസ്റ്റം പോലും ഇല്ല. അപ്പോൾ ഈ കരാർ വരുന്നതോടുകൂടി ഇന്ത്യ ഈ കര, നാവിക, വ്യോമ, ഈ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം ഇന്ത്യ പ്രൊവൈഡ് ചെയ്യവർക്ക്. പിന്നെ അത് മാത്രമല്ല, താലിബാൻ്റെ മണ്ണിൽ ആരെങ്കിലും ആക്രമിച്ച് കയറി കഴിഞ്ഞാൽ, അതായത് വ്യോമ പ്രതിരോധം ഇതൊക്കെ കടന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഈ അഫ്ഗാൻ ആർമിക്ക് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുമെന്നർത്ഥം. അപ്പോൾ അങ്ങനെ വരികയാണ് ഈ അടുത്ത കാലത്ത് പാക് നാറ്റോ എന്ന് പറഞ്ഞ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു പാക്ട് സൈൻ ചെയ്തില്ലേ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നത്, ഈ സൗദിയും പാകിസ്ഥാനും ഏതെങ്കിലും രാജ്യം കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കെതിരെയുള്ള ഒരു കോമൺ അറ്റാക്കായി കണ്ട് ഈ രണ്ടുപേരും ചേർന്ന് അവർ തിരിച്ചടിക്കുമെന്നാണ് ആ നിയമത്തിലുള്ളത്. അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ കയറി അടിച്ചപ്പോഴുണ്ടല്ലോ, സൗദിക്ക് ഒരു അക്ഷരം വേണ്ടിയില്ല. അപ്പോൾ സൗദിക്ക് അതിന് മാത്രം ഒരു കപ്പാസിറ്റി ഇല്ല, അതിന് മാത്രം ഒരു നാവികസേനക്കാരോ അങ്ങനത്തെ ഒരു സിസ്റ്റം, ഒരു ഡിഫൻസ് സിസ്റ്റം അവർക്കില്ല. എന്ന് വെച്ചാൽ അവർ വളരെ വീക്കാണ്. അതുകൊണ്ടാണ് ഈ ഗുണ്ടാപ്പണിയായി നടക്കുന്ന പാകിസ്ഥാനായിട്ട് അവരൊരു കരാർ സൈൻ ചെയ്തത്. അതുമാത്രമല്ല, അവിടെ കിടക്കുന്ന ആണവായുധമൊക്കെ ഉടൻ തന്നെ സൗദിയിൽ എത്തിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഒരു തിട്ടൂരം ഇറക്കിയിരുന്നു. ഏത് നിമിഷമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനൊക്കെ കയറി അവിടെ കിരാന ഹിൽസിൽ കയറി അടിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. എപ്പോൾ വേണമെങ്കിലും അടിക്കാം, അതുകൊണ്ട് അവിടെ സേഫ് അല്ല, ഉടൻ തന്നെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗദി പാകിസ്ഥാനായിട്ട് കരാർ സൈൻ ചെയ്തപ്പോൾ അവർ ലക്ഷ്യം വെച്ചത് ആ ഒരു ആണവോർജ്ജം എങ്ങനെയെങ്കിലും ഇവർക്ക് സ്വന്തമാക്കണം എന്നാണ്. പക്ഷേ ഇന്ത്യ അഫ്ഗാനിസ്ഥാനായിട്ട് ഈ ഒരു സൈനിക കരാർ വരുമ്പോൾ ഇതും പാകിസ്ഥാനും സൗദി ഉണ്ടാക്കിയ മാതിരിയല്ല. ഇന്ത്യ സ്ട്രോങ് ആണ്. അതായത് കരയായാലും നാവികയായാലും വ്യോമയായാലും എല്ലാത്തിലും വേൾഡ് ക്ലാസ് ആണ് ഇന്ത്യ. നമുക്ക് കാണിച്ചു കൊടുത്തു, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വെച്ചിട്ടാണ് അമേരിക്കയുടെ F-16 നമ്മൾ അടിച്ചിട്ട് ചൈനയുടെ വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യ ഒരു വേൾഡ് ക്ലാസ് സംഭവമാണെന്ന് ശരിക്കും അമേരിക്കക്കും ചൈനക്കും തുർക്കിക്കൊക്കെ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഇങ്ങനൊരു അഫ്ഗാനിസ്ഥാനായിട്ട് ഇങ്ങനൊരു കരാർ എന്തുകൊണ്ട് ഇന്ത്യ സൈൻ ചെയ്യാൻ പോകുന്നത്? അതായത് ഒരു തീവ്രവാദ സംഘടന ഭരിക്കുന്ന ഒരു രാജ്യം, അതായത് കടുത്ത മതമൗലികവാദികൾ ഭരിക്കുന്ന ഒരു രാജ്യമായിട്ട് എങ്ങനെയാണ് ഇന്ത്യ കരാർ സൈൻ ചെയ്യാൻ പോകുന്നത്? ഒരു സൈനിക കരാർ ഒപ്പുവെക്കുന്ന എല്ലാവരും കണ്ണു ചൊളിക്കും. അത് വരും ദിവസങ്ങളുണ്ടല്ലോ, വലിയ ചർച്ചയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ വലിയ രീതിയിൽ, കേരളത്തിലേക്ക് അറിയാലോ, ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റും. അതിന് പിന്നിൽ വ്യക്തമായൊരു ഇന്ത്യക്കൊരു പ്ലാൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനായിട്ട് ഏകദേശം 2400 കിലോമീറ്ററാണ് അഫ്ഗാനിസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, POK ഉണ്ടല്ലോ, 350 കിലോമീറ്ററാണ് അഫ്ഗാനിസ്ഥാൻ POK ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഇൻ കേസ് നാളെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ, POK പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മളാണ് സൈനിക ഇതൊക്കെ കൊടുക്കും അവർക്ക്, ഈ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ അഫ്ഗാനിസ്ഥാൻ വഴി POKയിൽ കയറി അടിക്കാൻ പറ്റും, പാകിസ്ഥാൻ അടിക്കാൻ പറ്റും. ഇനി POK ഒക്കെ പുഷ്പം പോലെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അഫ്ഗാനിസ്ഥാൻ ആ ഒരു കൺട്രോളും കൂടെ നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താലിബാൻ കടുത്ത മതവാദികളാണ്. അവിടെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല, ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്. പിന്നെ അത് മാത്രമല്ല, സ്ത്രീകൾ എഴുതിയ ബുക്കുകളൊക്കെ മൊത്തം ലൈബ്രറിയിൽ നിന്നൊക്കെ പബ്ലിക് ഡൊമൈനിൽ നിന്നൊക്കെ ഇല്ലാതാക്കി. അപ്പോൾ അത്ര കടുത്ത അതായത് ശരിയായ നിയമം നടപ്പിലാക്കുന്ന ഒരാൾക്കാരാണ് ഈ താലിബാൻ. പക്ഷേ എന്താ പറയുക, ഇന്ത്യയുമായിട്ട് ചേർന്നപ്പോൾ അവരെല്ലാത്തിലും വെള്ളം ചേർക്കാൻ തുടങ്ങി. അതായത് അവർക്ക് ഇപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ അവർ അഫ്ഗാനിസ്ഥാനെ ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാം, ഈ അഫ്ഗാനിസ്ഥാൻ ഈ ഫോറിൻ മിനിസ്റ്റർ ഇങ്ങോട്ട് വന്നില്ലേ, അവർക്ക് തന്നെ ഈ ഇൻ്റർനാഷണൽ ട്രാവൽ ബാൻ ഉണ്ട്. അവർ ആകെ പോകാൻ പറ്റുന്നത് സൗദിയിലും ഖത്തറിലാണ്. പക്ഷേ ഇന്ത്യയിൽ UN സംസാരിച്ചിട്ട് കുറേ രാജ്യങ്ങൾ ബാനൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ എന്താ പറയേണ്ടത്, ഈ അടുത്ത കാലത്ത് തന്നെ കുറേ ഗോതമ്പ് കൊടുത്തു, അവിടെ സ്കൂൾസൊക്കെ പണിയാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, അവിടെ ഡാം പണിയുന്നുണ്ട് ഇന്ത്യ. പിന്നെ ഒരു കമ്പിളി കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ. അതായത് അവരിപ്പോൾ കാണുന്നത് നമ്മളൊരു ദൈവത്തിന് തുല്യമായിട്ട്
ആയിട്ടാണ് കാണുന്നത്. വെറുതെ അല്ല, കഴിഞ്ഞ ദിവസം ആമിർ ഖാൻ മുത്താക്കി അവിടെ നിന്ന് പറഞ്ഞ് ഞങ്ങൾ നരേന്ദ്രമോദി ഒന്ന് സമ്മതം മൂളിക്കഴിഞ്ഞാൽ ഇവിടെ 3 ക്ഷേത്രങ്ങൾ ഞങ്ങൾ പണിയും, അതായത് നരേന്ദ്രമോദി തന്നെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള രീതിയിലാണ് ആമിർ ഖാൻ മുത്താക്കി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? കടുത്ത ശരിയ നിയമം, മതവാദികളും ശരിയ നിയമം പാസ്സാക്കണമെന്ന് പറയുന്ന അവർ തന്നെ പറയുന്നത് നമ്മൾ ക്ഷേത്രങ്ങൾ പണിയുന്നത്, അതായത് വിഗ്രഹാരാധന ചെയ്യുന്നത് കാഫിറുകളാണ്, അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അത്രയും ഇന്ത്യയായിട്ട് കൂട്ടുകൂടിയപ്പോൾ ആ ലെവലിലേക്കാണ് താലിബാൻ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഈ 2300 കിലോമീറ്റർ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, 350 കിലോമീറ്ററോളം POK ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, പാകിസ്ഥാൻ അടിച്ച് തരിപ്പണമാക്കാം. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യയുടെ കയ്യിൽ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് ആരുടെ ഡ്രോൺസ് ആയിരുന്നു? ചൈനയുടെയും അമേരിക്കയുടെയും തുർക്കിയുടെയൊക്കെ ഡ്രോൺസ് ആയിരുന്നു. ഒന്നും പോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല. ഒരു മിസൈൽസ് പോലും, അവർ ഒരുപാട് മിസൈൽസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു മിസൈൽസ് പോലും ഇന്ത്യൻ മണ്ണിൽ തട്ടിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ S-400 ആണ് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം. പക്ഷേ നമ്മളത് നമ്മുടേതായ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ കുറേ സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ട്, അതൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇതേ S-400 ആണ് റഷ്യ ഉപയോഗിക്കുന്നത്. പക്ഷേ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് റഷ്യയുടെ S-400 നമ്മുടെ ഉക്രൈൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആ പവർ ഉണ്ടല്ലേ, ഇന്ത്യ ആ S-400 നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ അതിന് ആർക്കും അമേരിക്കക്ക് പോലും തൊടാൻ പറ്റില്ല. F-16 ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ അതൊക്കെ അടിച്ചിട്ടു. അപ്പോൾ എന്ത് തന്നെയായാലും ഇതൊരു തന്ത്രപ്രധാനമായ നീക്കമാണ്. തന്ത്രപ്രധാനമായ നീക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ ഇതൊരു വലിയൊരു മുന്നേറ്റം ഇന്ത്യക്ക് നടത്താൻ പറ്റും. അതായത് ഈ അമേരിക്ക പാകിസ്ഥാൻ ഉപയോഗിച്ച് പല രീതിയിലും ഇന്ത്യയിൽ എന്താ പറയുക അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇല്ലാതാക്കണം. വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് തടയാൻ പറ്റും. അപ്പോൾ അവർ അമേരിക്കൻ ലക്ഷ്യം വെക്കുന്നത് അതാണ്. ഇന്ത്യയുടെ GDP 7.1 ട്രില്യൺ ആണ്. അപ്പോൾ ആ ലെവലിൽ ഇന്ത്യ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് എന്തായിരിക്കും? അതിനാണ് ഇവരൊക്കെ പേടിപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യയും നന്നായിട്ട് അറിയാം, ഇന്ത്യക്കും നന്നായിട്ട് ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഡോവലിൽ നിന്നും ആരും കളി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഈ ഒരു സൈനിക കരാർ വരുന്നതോടുകൂടി ബലൂചിസ്ഥാൻ്റെ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഉണ്ടല്ലോ, അവരുടെ സൈഡിൽ നിന്നും നല്ല സപ്പോർട്ട് എന്താ പറയുക നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ തന്നെ ഒരു പാകിസ്ഥാൻ പറയുന്നൊരു ആക്ഷേപമുണ്ട്, ബലൂജ് ലിബറേഷൻ ആർമിക്ക് ചെലവും പണവും കൊടുക്കുന്ന ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവരാണ്, അതായത് ഇന്ത്യയാണ്, അജിത് ഡോവലാണോ ഇതിനെയൊക്കെ ചുക്കാൻ പിടിക്കുന്നതെന്നില്ലേ? ശരിയായിരിക്കും. നമ്മുടെ ശത്രുവിനെ നമ്മളിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ തിരിച്ചടിക്കും. ഏത് വഴി ഉപയോഗിച്ച് നമ്മൾ തിരിച്ചടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി, അതായത് താലിബാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നു. പിന്നെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നു. എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അടിച്ച് തരിപ്പണമാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ കരാർ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അഫ്ഗാനിസ്ഥാനിൽ. ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാതെ പോലും അവർ നന്നായിട്ട് തിരിച്ചു കയറി അങ്ങ് അറ്റാക്ക് ചെയ്ത് കൊടുത്തു. കുറേ പാകിസ്ഥാൻ പട്ടാളക്കാരെ പിടിച്ചു. അവരെ ടാങ്കുകളൊക്കെ വെച്ചിട്ട് ഇപ്പം അവിടെ കാബൂളിലെ തെരുവുകളിലൂടെ ചുമ്മാ ഇങ്ങനെ കളിപ്പാട്ട് ഓടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ കരാർ ഉടൻ തന്നെ ഇതിൻ്റെ ഒരു ഏകദേശം രൂപരേഖ തയ്യാറായിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആമിർ ഖാൻ മുത്താക്കി 8 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷനാണ്. അത് വെറുതെ അജിത് ഡോവലായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ ബലൂജ് ലിബറേഷൻ ആർമി ഇതൊക്കെ ഒരു കൊടക്കീഴിൽ ഇന്ത്യ കൊണ്ടുവരാൻ പോവുകയാണ്. ജിയോ പൊളിറ്റിക്സിൽ ഇത് വലിയ രീതിയിൽ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യ കണ്ണുവെക്കുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. അതായത് അവിടെ അനന്തമായ ഈ സാധ്യതകളുണ്ട് അഫ്ഗാനിസ്ഥാനിലും ബലൂചിസ്ഥാനിലൊക്കെ. അതെന്ന് വെച്ചാൽ ഈ കുറേ മിനറൽസിൻ്റെയും ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും കിട്ടാത്ത, അതായത് അത്രയും ധാതു നിക്ഷേപമുള്ള ഒരു സ്ഥലമാണ് ഈ അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനൊക്കെ. അതൊക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ പോവാണ്. വെറുതെ അല്ല, എന്താ പറയണ്ടേ, ഈ അമേരിക്ക ബഗ്രം എയർപോർട്ട് നമുക്ക് തിരിച്ചു വേണമെന്നൊക്കെ അവരോട് പറഞ്ഞില്ലേ. അപ്പോൾ അവരൊക്കെ ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. ബാക്കി ഭാവിയിൽ എനർജിയുടെ ഒരു വലിയൊരു ബാറ്റിലാണ് വരാൻ പോകുന്നത്. ആരാണോ എനർജി കൺട്രോൾ ചെയ്യുന്നത് അവർ ലോകത്തിൻ്റെ ലീഡറാവുന്നൊരു അവസ്ഥയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യ നമ്മുടെ ചന്ദ്രൻ്റെ ആ നോർത്ത് പോളിൽ കൊണ്ടുപോയി ഇടിച്ചിറക്കിയില്ലേ നമ്മുടെ ചന്ദ്രയാൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ അതൊരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ ആരാണോ എനർജി നിയന്ത്രിക്കുന്നത് അവർ ലോകത്തിൻ്റെ ലീഡേഴ്സ് ആവും. അപ്പോൾ അതൊക്കെ ഇവർ നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ ചന്ദ്രനിലായത് ഒരു ചെറിയ തുടക്കം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരും. അതായത് എന്തിനാണ് ഇന്ത്യ ആ ചന്ദ്രനിലെ നോർത്ത് പോളിൽ തന്നെ ആർക്കും അമേരിക്കക്കും റഷ്യക്ക് പോലും പറ്റിയില്ല. അവിടെയുള്ള വലിയ രീതിയിലുള്ള ധാതുക്കളെ ഡെപ്പോസിറ്റ് ഇതൊക്കെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. ഭാവിയിൽ വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതാ പറഞ്ഞേ, ആരാണ് എനർജി നിയന്ത്രിക്കുന്നത് അവർ ഭാവിയിൽ ലോകത്തിൻ്റെ ലീഡേഴ്സ് ആകും. അപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇതൊക്കെ ആകുമ്പോൾ അതിനുവേണ്ട പല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഈ അഫ്ഗാനിസ്ഥാനിലും ബലൂചിസ്ഥാനിലും നിന്നൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഒരു ബാറ്റിൽ കൂടി ഇതാണ്. അപ്പോൾ ഇന്ത്യ ഒരു പഴം മുന്നേ ഇറങ്ങി ഇവരൊക്കെ വശത്താക്കി. എന്ത് തന്നെയാലും ഈ സൈനിക കരാർ ഉടൻ നിലവിൽ വരട്ടെ. ഇന്ത്യക്ക് അത് വലിയ ഗ്രോത്തിൽ ഇന്ത്യക്ക് വലിയ സപ്പോർട്ട് ഉണ്ടാകട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.